എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ രാവിലെ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നമോള് പപ്പയും പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ തലേ ദിവസം ഒരു ചെറിയ മഴയൊക്കെ പെയ്തിട്ട് മാനമൊക്കെ അങ്ങ് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ടെറസിന്റെ മേളിൽ നോക്കുമ്പോഴത്തേനും നല്ല വ്യൂ ആണ് കേട്ടോ. കാണാനായിട്ട് നല്ല പ്രഭാതം ഇങ്ങനെ ഉദിച്ചു വരുന്നതൊക്കെ. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു എന്താണ് ടെറസിൻ്റെ പൊക്കത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ വീട് പണിക്ക് വേണ്ടിയിട്ട് മുകളിൽ ടൈലിടാനും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മെറ്റലും അതേപോലെ ഗ്രാവൽ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പില്ല, അപ്പോൾ ഒരു ഏണി വെച്ചിട്ടുണ്ട്, അതാണത് കേട്ടോ. അപ്പോൾ ചോക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. ഇവൻ്റെ ഉറക്കം കാണുമ്പോൾ അന്നമോൾക്ക് ഒരു ഇച്ചിരി സങ്കടമുണ്ട് കേട്ടോ. പിന്നെ പള്ളിയിൽ പോകാണ്ട് പറ്റില്ലല്ലോ, നമ്മളതൊരു കടമ കഴിക്കലായിട്ട് ചെയ്യരുത്, നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് വേണം ചെയ്യാമെന്നൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ പോവാണ്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ജോലികളിലേക്കൊക്കെ കിടക്കാം. അമ്മ താഴത്തെ ദോശമാവ് മേടിക്കുമ്പോൾ എനിക്ക് മേടിച്ച് തരും കേട്ടോ. ഞാനിവിടെ ദോശമാവ് അരയ്ക്കുമ്പോൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അങ്ങ് താഴത്തേക്കും കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടും കൊടുത്തും ഞങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്കിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കിയാലോ. എന്നീ ദോശയും ചട്നിയും ദോശയും ചമ്മന്തിയും ദോശയും സാമ്പാറും ഒക്കെ അല്ലേ, നമുക്കിന്നൊരു ഇച്ചിരി വെറൈറ്റി ആയിട്ട് പിടിക്കാം. എന്നാൽ ചമ്മന്തിയും ചട്നിയും ഒക്കെ ഉണ്ട് താനും. അങ്ങനെ നമ്മുടെ ടാങ്കൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് സ്വിച്ചുമ്മേക്കളി ഇച്ചിരി പേടിയാണ് കേട്ടോ. അതായത് അറിയില്ല ഏത് സ്വിച്ചാണ് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഒരു കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേനും എല്ലാം പെർഫെക്റ്റാണ്. അങ്ങനെ ഞാൻ കുറച്ച് വറ്റൽ മുളക് എഴുന്നേറ്റപ്പോൾ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 5-8 വറ്റൽ മുളക് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അരയാൻ എളുപ്പത്തിനാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യണേ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു സവാളയുടെ പകുതി മതി കേട്ടോ, അത്ര എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പച്ചമുളകല്ലല്ലോടെ കൊല്ലമുളക് നമ്മൾ വെള്ളത്തിലിടാണ്ടാണ് അരയ്ക്കുന്നെങ്കിൽ അങ്ങ് അരഞ്ഞു വരാൻ ഇച്ചിരി പാടായിരിക്കും. പക്ഷെ നിങ്ങൾ അരയ്ക്കുമ്പോൾ നിങ്ങളുടെ ആ മീഡിയം സൈസ് ജാറില്ലേ മിക്സിയുടെ, അതിലിട്ട് അരച്ചോളൂ കേട്ടോ. എൻ്റെ ആ ജാറ് മോശമായി പോയി. അപ്പം ഞാൻ ചെറിയ ജാറിലിട്ടാണ് അടിച്ചത്. എന്തിലിട്ട് അടിച്ചാലും ഒന്ന് അടുക്കള മൊത്തം പൂത്തൊലഞ്ഞ് തെറിപ്പിക്കുന്നതാണ് എൻ്റെ മിക്സിയുടെ ഒരു പതിവ്. അതുകൊണ്ട് മിക്സീനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഒരു പറ്റി ഏറ്റവും ചെറിയ ജാറിലാണ് അടിച്ചത്. അപ്പോൾ തെറിച്ചങ്ങ് എല്ലായിടത്തും ഒക്കെ അങ്ങ് വീണു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് ഓടിച്ചിട്ട് ഞാനങ്ങ് തുടച്ചെടുത്തു. നമ്മൾ ഈ പണികൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ഇന്നത് ചെയ്യാം ഇന്നത് വെക്കാം, അടിച്ച് തുടച്ച് അലക്കി കഴിഞ്ഞാൽ പണിയെല്ലാം കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറേ കുഞ്ഞു ജോലികൾ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും പൈപ്പുകൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാം, സാധനങ്ങളൊക്കെ ഡബ്ബയിൽ നിറച്ച് വെക്കാനുണ്ടാവാം, ഏതെങ്കിലും പാത്രത്തിൻ്റെ പിടിയോ ഒക്കെ ഊരിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു പണികളൊക്കെ വരുമ്പോൾ പിന്നെ മക്കളും ഉള്ളപ്പോൾ നമുക്ക് ഒത്തിരി ജോലികൾ അതിൻ്റെ ഇടയിൽ കൂടി വേറെ വരും കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചു, വേപ്പില ഇട്ടു, പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം. നമ്മൾ വെള്ളം ചേർക്കാണ്ടാണ് ഇത് പറ്റിച്ചെടുക്കുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് പൊട്ടിത്തെറിക്കും. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് പറ്റിച്ചെടുക്കുന്നതെങ്കിൽ അങ്ങനെ അങ്ങ് പൊട്ടിത്തെറിക്കില്ല കേട്ടോ. പയ്യെ ഒന്ന് അടച്ചു വെച്ചേക്കാം, അവിടെ ഇരുന്ന് പറ്റി വരട്ടെ. പിന്നെ നമ്മൾ സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങയും അതേപോലെ ബാക്കി എല്ലാം കൂടി ഇട്ടിട്ടങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ മിക്സിനെ ഇങ്ങനെ അമർത്തി അങ്ങ് ചേർത്തങ്ങ് പിടിച്ചിട്ടാണ് ഞാൻ എന്താണെങ്കിലും അരച്ചെടുക്കുക. ഞാനിങ്ങനെ അങ്ങ് മാറുന്ന സെക്കൻഡ് കൊണ്ട് ഞാനതങ്ങോട്ട് ഓഫ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ സാധാരണ നമ്മുടെ തേങ്ങ ചമ്മന്തിയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഞാൻ വെള്ളമൊക്കെ എടുത്തു കേട്ടോ ആദ്യം ഒഴിക്കാമെന്ന് ഓർത്തിട്ട്, പിന്നെ ഞാൻ വെള്ളം ചേർത്തില്ല. ഇത് കുറച്ച് കട്ടിക്കിരിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ തലേ ദിവസം ഉണ്ടായ കുറച്ച് ചോറ് തിളപ്പിച്ചടക്കാണ്. ഇപ്പോൾ ഈ ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ചോറ് ഭയങ്കര പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. അയ്യോ നമുക്ക് സങ്കടം തോന്നും. 50 രൂപ 52 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ അരി മേടിച്ചിട്ട് അത് നിമിഷ നേരം കൊണ്ട് ചീത്തയായി പോകണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അയ്യോ എനിക്ക് ഓർക്കാനേ വയ്യ, ചോറൊക്കെ കളയണ കാര്യമേ ചിന്തിക്കാൻ വയ്യ. അപ്പം അങ്ങനെ ചോറ് കുറച്ചുണ്ട് തിളപ്പിച്ച് അടക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തക്കാളി ചമ്മന്തി, വെറൈറ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു തമിഴ് ചാനലിൽ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടിട്ടാണ് കേട്ടോ ചെയ്തത്. ഇതിൻ്റെ സ്വാദ് ശരിക്കും എങ്ങനെയാണെന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന തക്കാളി ചമ്മന്തിയില്ലേ, കറക്റ്റ് അതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് പറ്റിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നതല്ല,
എന്നാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ അതാ ഞാനൊരു 3 മുട്ട പൊട്ടിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അടിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നമോൾക്ക് രാവിലെ കുർബാന മാത്രം കൂടിയാൽ മതി. കുർബാന കൂടിക്കഴിഞ്ഞ്, അതായത് 7 മണിക്കാണ് കുർബാന കൂടിക്കഴിഞ്ഞ് വന്ന ശേഷം 9 മണിയാകുമ്പോൾ വീണ്ടും ക്ലാസ്സിലേക്ക് പോകണം. ഇന്ന് ശനിയാഴ്ച എടുത്ത വ്ളോഗാണ്. അപ്പോൾ ആ ശനിയാഴ്ചത്തെ ആ ഒരു ദിവസത്തെ ക്ലാസ്സാണ് അവരങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിതാ ഈ സ്പെഷ്യൽ ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ മീതെ കുറച്ച് മുട്ട പൊട്ടിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ ചമ്മന്തി അതിൻ്റെ മീതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സത്യം പറയട്ടെ, വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. നമ്മൾ രാവിലെ ഇച്ചിരി തിരക്കൊക്കെ ആണെങ്കിൽ തലേ ദിവസം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ മീതെ അങ്ങ് പുരട്ടിയിട്ട് കഴിക്കാം. ചുരുട്ടി കയ്യിൽ പിടിച്ച് കഴിക്കാനാണെങ്കിലും പണിയെടുത്തുകൊണ്ട് ഇത് കടിച്ച് ഇങ്ങനെ കഴിച്ച് നടക്കാനാണെങ്കിലും ഒക്കെ എളുപ്പമാണ്. അതുമല്ല, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു ടിഫിനായിട്ട് കൊടുത്തു വിടണമെങ്കിൽ ഇത് അങ്ങനെ തന്നെ ചുരുട്ടിയിട്ട് അവരുടെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തൊക്കെ രുചിയുണ്ടെങ്കിലും എനിക്ക് വെറുതെ ദോശ മതി എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ പുത്രൻ. അവൻ പറഞ്ഞു എനിക്ക് ദോശ മാത്രം മതി, മുട്ടയും വേണ്ട, ഒന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും കറി കൂട്ടാണ്ട് പറ്റില്ല കണ്ണാ. അങ്ങനെ കുറച്ച് ചമ്മന്തിയും കൂടി, അതായത് ചട്നി ചമ്മന്തി ഇല്ലേ നമ്മൾ ഉണ്ടാക്കിയത്, ചട്നി ചമ്മന്തി എന്തൊക്കെ പേരല്ലേ, ചട്നി ഇല്ലേ അല്ല ചമ്മന്തി ഇല്ലേ നമ്മൾ ഉണ്ടാക്കിയത്, അതും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് ഈ സാധനം കണ്ടപ്പോൾ എന്നാൽ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്നും പറഞ്ഞ് ഏട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ ഏട്ടൻ വന്നു കഴിയുമ്പോൾ ഏട്ടൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇടും കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിക്കും, കുറച്ച് ഉപ്പ് അതിൻ്റെ മീതെ ഇടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ അതിൻ്റെ മീതെ ഇടും, എന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഏട്ടൻ്റെ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ പണികൾ, കുഞ്ഞു പണികൾ നമുക്ക് വരും കേട്ടോ. മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിളിക്കും, ഭർത്താവ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിളിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അവിടെ ഇട്ടിട്ട് നമുക്ക് പോവേണ്ടി വരും. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഞാൻ എന്താ അവരുടെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ അവരങ്ങ് പോയി കഴിയുമ്പോഴത്തേനും ഇനി നമുക്ക് ഇങ്ങനെ കുറേ അടിക്കലും മുതുക്കലും തൂക്കലുമാണ്. നമ്മുടെ പഴയ അടുക്കള, അതായത് നമ്മുടെ അടുക്കള മിസ് ചെയ്യുന്നു എന്ന് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കും കേട്ടോ. കാരണം അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് മനസ്സറിഞ്ഞ് അതിലിരുന്നൊരു നന്നായിട്ടൊരു എനിക്കൊരു സദ്യയൊക്കെ ഉണ്ടാക്കണം ആ പുതിയ കിച്ചണിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ നമുക്കിപ്പോൾ സിറ്റുവേഷനാണ്, നമ്മുടെ മക്കളുടെ കാര്യമാണ്. ഞാൻ എപ്പോഴും പറയില്ലേ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്കാണ് നമുക്ക് തമ്പുരാൻ അവരെ വളർത്താൻ തരുമ്പോൾ ഏറ്റവും നന്നായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യണം. നല്ല മാർഗത്തിൽ അവരെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും പ്രയോറിറ്റി. നമ്മളെ ആ ഒരു വിശ്വാസത്തിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ മക്കളെ വളർത്തുക എന്നുള്ളതാണ് ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജോലി. അതൊക്കെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് ദൈവമേ അങ്ങനെയൊന്നും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ പരിപ്പും കുറച്ച് തക്കാളിയും മഞ്ഞളും ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ട് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ശനിയാഴ്ചത്തെ വ്ളോഗാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശനിയാഴ്ച പൊതുവെ ഉച്ചയ്ക്ക് തട്ടിക്കൂട്ട് കറികളാണ് ഞങ്ങൾക്ക്. കാരണം പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന്, കാരണം വൈകിട്ടാകുമ്പോഴത്തേനും ശനിയാഴ്ച വൈകിട്ടാകുമ്പോഴത്തേനും നമ്മൾ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ഒന്നെങ്കിൽ ബീഫ് മേടിക്കും, അല്ലെങ്കിൽ ചിക്കൻ മേടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മട്ടണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കും. തൃശ്ശൂർ സൈഡിലേക്കൊക്കെ ആണെങ്കിൽ പോർക്കൊക്കെ ആയിരിക്കും മേടിക്കാം കേട്ടോ. നമ്മുടെ ഇവിടെ പോർക്ക് മേടിക്കും, എന്നാലും അത്രയ്ക്ക് അങ്ങനെ അധികം മേടിക്കാറില്ല. വല്ലപ്പോഴൊക്കെ മേടിച്ചാലൊക്കെ, വല്ല ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ മേടിച്ചാലൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തട്ടിക്കൂട്ട് കറികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നുണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പം ഞാനവിടെ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ വാഷിംഗ് മെഷീനിലെ ഓസ് അങ്ങ് ഫിറ്റ് ആവുന്നില്ല കേട്ടോ. നമ്മുടെ ഓസ് ഈ പൈപ്പിൽ അങ്ങ് സ്യൂട്ടാവുന്നില്ല. അപ്പം ഞാനത് മാറ്റിയിട്ട് അവിടെ വേറൊരു ഓസും കഷ്ണം ഉണ്ടായി, അതൊന്ന് ചൂടാക്കി വലുതാക്കി ഈ പൈപ്പിൽ ഒന്ന് കയറ്റി വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ ചക്കര കുട്ടൻ ഒന്ന് രാവിലെ ബെഡിൽ സൂസു വെച്ചു. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഇനി ബെഡൊക്കെ എടുത്തൊന്ന് വെയിലത്തിടണം. അപ്പം നമ്മൾ ആദ്യം ബെഡ്ഷീറ്റ് നന്നായിട്ടൊന്ന് സോപ്പ് വെള്ളത്തിൽ അലക്കി നന്നായിട്ടൊന്ന് തിരുമി കൈ കൊണ്ടൊന്ന് ഞാൻ ഒലച്ചു കൊടുക്കും കേട്ടോ. അപ്പോഴേ ആ മണം പോകത്തുള്ളൂ. ഞാൻ മൂത്രമൊഴിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പൊക്കിയെടുത്തുകൊണ്ടൊന്ന് ഞാൻ വർക്കേരിയിലിട്ടവരെ അവന് അങ്ങനെ മൂത്രം ഒഴിക്കാത്തതാണ്, എന്ത് പറ്റിയെന്ന് അറിയില്ല കുഞ്ഞ്. അപ്പോൾ നന്നായിട്ട് അതൊക്കെ സോപ്പിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം ആ വെള്ളം കളഞ്ഞ് രണ്ടാമത് വെള്ളം നിറച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള തുണികളൊക്കെ ഇട്ടു. ഞാൻ കരുതി എന്തായാലും വാഷിംഗ് മെഷീനിൽ നനച്ചു.
അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇടാമെന്ന് കരുതി അങ്ങനെ ഇട്ടു. കാരണം എന്നാൽ അധികം തുണികളുണ്ടായിരുന്നു, എല്ലാം കൂടി കൈകൊണ്ട് തിരുമ്മി വരുമ്പോഴത്തേനും എനിക്ക് വയ്യാണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ ഓസ് കിട്ടാത്ത കാരണം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കൈകൊണ്ട് തന്നെയാണ് തിരുമ്മിക്കൊണ്ടിരുന്നത്. അത് അന്നെന്നുള്ളത് അന്നു തിരുമ്മുമ്പോൾ അത്രയും ഉണ്ടാവില്ല. ഇപ്പോൾ 2 ദിവസത്തെ പണി എനിക്ക് അവളെ പഠിപ്പിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് പെൻഡിങ് വന്നിരുന്നു. നമുക്ക് കുറേ പ്രയറുകളും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ അതങ്ങനെ പഠിപ്പിച്ച് വന്നപ്പോൾ 2 ദിവസത്തേക്ക് എനിക്ക് കുറച്ച് പെൻഡിങ് വന്നു. അപ്പം ഞാൻ എന്താ ഈ മുറിയിലാണ് ഡ്രസ്സൊക്കെ മാറുന്നതും ഡ്രസ്സൊക്കെ ഇടുന്നതും. നമ്മൾ അലമാരി ഒന്നും കൊണ്ടുവരാത്തത് കൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ 1 മാസത്തേക്ക് വേണ്ടി അലമാരി കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ ശോകമാണ്. കാരണം ഈ സൈഡിൽ കൂടിയൊക്കെ കയറ്റുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാ തുണികളെല്ലാം ഇങ്ങനെ കസേരയുടെ മേലെയാണ് വെച്ചേക്കുന്നത്. മടക്കിയതൊക്കെ ഒരു കസേരയിൽ, മടക്കാനുള്ളതൊക്കെ ഒരു കസേരയിൽ. അപ്പം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാം എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേനും കുത്തിയിരുന്ന് അങ്ങ് മടക്കണം. ഞാനൊരു കാർഡ്ബോർഡ് വെട്ടി തപ്പി കിടക്കുന്നുണ്ട്. അല്ലാത്തപ്പോൾ പല സ്ഥലത്തും കാർഡ്ബോർഡ് വെട്ടി കാണാം. അപ്പം എല്ലാം കൂടി അതിൻ്റെ അകത്തേക്ക് വെച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട്. വേറെ എന്തെങ്കിലും ടിപ്പുണ്ടെങ്കിൽ പറഞ്ഞതായോട്ടെ, തുണികളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാനായിട്ട്. അതായത് നമുക്കറിയാലോ, നമ്മുടെ വ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം, നമ്മൾ അലമാരിയോ കാര്യങ്ങളോ ഷെൽഫോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നിരിക്കുന്ന ആ ഷെൽഫിലൊക്കെ അത്യാവശ്യം തുണികളും ഇന്നർവേഴ്സും അതേപോലെ കുട്ടികളുടെ കുഞ്ഞു ഡ്രസ്സുകളൊക്കെയാണ് ഞാൻ കൂടുതലും വെച്ചിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ടിപ്പുകളുണ്ട് ഇതേപോലെ തുണി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പാകത്തിനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ കേട്ടോ. അപ്പം ഞാൻ എന്താ വേഗം ഇനി ക്ലീനിങ്ങിലേക്കാണ്. അപ്പോൾ 11 മണിയാകുമ്പോഴത്തേനും അന്നമോള് വരും. അപ്പോൾ അതിനുള്ളിൽ ഒരുവിധം ജോലികളൊക്കെ തീർത്താൽ പിന്നെ അവളോട്ട് സ്കൂളിലെ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കി ഒക്കെ ഇരിക്കാമല്ലോ. അപ്പോൾ അവൾ തന്നെ വരാമെന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ചങ്ങ് നീങ്ങി തന്നെ ഒരു കോൺവെൻ്റ് ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റർ അതുവഴി പോകുമ്പോഴത്തേനും വീടിൻ്റെ ഇടവഴി വരെ അവൾ ആക്കി കൊടുക്കും. പിന്നെ എനിക്ക് കാണാം വരുന്നത് കയറി. അപ്പോൾ നമുക്ക് ധൈര്യമാണ്. അപ്പോൾ ഏട്ടൻ അതെല്ലാം അവിടെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഏട്ടൻ ഇന്ന് പഠിപ്പിക്കാൻ നിന്നില്ല കേട്ടോ. 9 മണിക്കായതുകൊണ്ട് ഏട്ടൻ ഓഫീസിൽ പോകണമല്ലോ. അപ്പോൾ ജോക്കുട്ടൻ ഇങ്ങനെ എല്ലാ പണിയുടെയും പുറകിൽ ഇങ്ങനെ എന്താ നടക്കുമെന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞ എന്നൊരു കാര്യം ചെയ്യും, നമ്മുടെ മോൻ കുറച്ച് നേരം ഒന്ന് എഴുതിക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേനും അവൻ എഴുതിയൊക്കെ കാണിച്ചു. ചില അക്ഷരങ്ങളൊക്കെ അവൻ മറന്നുപോയി കേട്ടോ. ഈ അവസാനം പഠിപ്പിച്ച യാരാലാവേക്ക് ഇല്ലേ, മറന്നുപോയി. എഴുതി തുടങ്ങിയപ്പോഴത്തേനും കൊണ്ടാ എനിക്കറിയാം, ഞാൻ എഴുതിക്കോളാന്ന് പറഞ്ഞ് വേഗം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു എഴുതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ബെഡൊന്ന് ഉണക്കാൻ വെക്കണം. പിന്നെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നല്ല വെയിലാണ് കേട്ടോ, പപ്പടം പോലത്തെ വെയിലാണ്. കാലൊക്കെ പൊള്ളും, നമ്മുടെ ഭയങ്കര ചൂടുവാണല്ലോ ഇപ്പോൾ. അപ്പം ഞാൻ എന്താ ബെഡൊന്ന് പൊക്കിയെടുത്തൊരു കണക്കിനിട്ടു. അപ്പോൾ അതാ നിങ്ങളിങ്ങനെ കാണുമ്പോൾ ഓർക്കും കൊച്ചിൻ്റെ മേത്തോട്ട് ഇല്ല കേട്ടോ, അവിടെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എന്നാലും ഇങ്ങനെ പറയും, എന്തിനാണ് അവിടെ നിന്നേന്ന് പറയും. ഞാൻ പെട്ടെന്നൊന്ന് ഓടിക്കയറി വരാൻ തോന്നിയാലും പണിയാണല്ലോ. കണ്ടോ, അവിടെ ഒരു 2 ആൾ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് വീഡിയോയിലായതുകൊണ്ട് അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് തോന്നിയതാണ്. അപ്പം നല്ല വെയിലത്ത് കിടന്ന് അവിടെ നിന്ന് ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ല, എല്ലാ ജോലിയുടെ ഇടയ്ക്ക് ഇവൻ വരും, അമ്മ എന്ന് പറഞ്ഞ്. എപ്പോഴും നമ്മുടെ ഒരു സാരിത്തുമ്പയിലല്ല, ഇപ്പം എന്താ പറയുക, ചുരിദാറിൻ്റെ മുമ്പിലാണ് നടക്കുന്നത്. മക്കൾക്ക് ഏറ്റവും കൂടുതൽ സേഫാണ് എന്ന് തോന്നുന്നത് അമ്മയുള്ളപ്പോഴാണ് അല്ലേ. അമ്മയില്ലാത്തൊരു വേണ്ട പറയണ്ട, എനിക്കിപ്പോൾ സങ്കടം വരും. അപ്പം ഞാൻ അങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ വേഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് ചെയ്യാണ്. എനിക്കിത് അടിച്ചു തൂത്ത് തുടച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനമാവില്ല. കാരണം കുഞ്ഞു മുറികളാണ്, കുഞ്ഞു ഹോളാണ്. എന്നാലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ചെറുതല്ലെങ്കിലും വലുതല്ലെങ്കിലും നമ്മുടെ വീട് നമ്മളെപ്പോഴും വൃത്തിയാക്കിയിടുക. കാരണം നമ്മുടെ മക്കൾ അത് കണ്ട വളരുന്നത്. ഇപ്പം ഞാനിങ്ങനെ ഈ തുണികളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാര്യം പറഞ്ഞില്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഭംഗിയിലൊക്കെ അലമാരി ഒരുവിധം അടക്കി പെറുക്കി വെക്കുന്നതാണ്. അപ്പം ഇത് കാണുമ്പോൾ എൻ്റെ മോൾക്ക് സങ്കടം വരും, അയ്യോ അമ്മ എന്താ അല്ലേ അമ്മ തുണികളൊക്കെ ഇങ്ങനെ കിടക്കണേ. അപ്പം കാര്യം അവളുടെ ഉള്ളിൽ അപ്പം അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുള്ളൊരിതുണ്ട്. അപ്പം അവൾ അലക്കി കൊണ്ടുവരുമ്പോഴത്തേനും കൊച്ചു തുണികളൊക്കെ അവൾ മടക്കി അവൾ വെക്കും. അപ്പം ഞാൻ ഓർക്കും, അയ്യോ കുഞ്ഞിൻ്റെ ഉള്ളിൽ അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടാണല്ലോ നമ്മുടെ മക്കൾ പഠിക്കുന്നത്. അപ്പം ഇതാ വന്നു, എല്ലാ സീനിലും എൻ്റെ കുഞ്ഞുണ്ടാവും. എല്ലാ പണിയുടെ കൂട്ടത്തിലും അവൻ എൻ്റെ ഹെൽപ്പറാണ്, ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം അപ്പം അങ്ങനെ കാണുമ്പോൾ അവൾക്കൊരു വിഷമം വരുന്നുണ്ടെങ്കിൽ അവൾക്കത് ചെയ്യണം, അത് വൃത്തിയിൽ കിടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ. പണിയെടുത്ത് മരിക്കുന്ന മക്കളെ പഠിപ്പിക്കുകയല്ല കേട്ടോ. നമ്മൾ നിൽക്കുന്നിടോ നടക്കുന്നിടോ ഒക്കെ വൃത്തിയാക്കി ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശീലങ്ങൾ തന്നെ, ആ ഒരു ശീലം തന്നെ നമ്മുടെ ലൈഫ് തന്നെ സെറ്റിലാവും. കാരണം ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു കൃത്യനിഷ്ഠ പാലിക്കുമ്പോൾ തന്നെ ജീവിതത്തിലൊരു അച്ചടക്കം വരും. അത് പഠിത്തത്തിലുണ്ടാവും, ലൈഫ് സ്റ്റൈലിലുണ്ടാവും, മറ്റുള്ളവരോട് പെരുമാറുന്നതിലുണ്ടാവും. നല്ല രീതിക്ക് നമുക്ക് മക്കളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ
ഇവിടെ ഒത്തിരി കിളികളുണ്ട് കേട്ടോ. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിളിയുടെ ഒച്ചയൊക്കെ കേൾക്കാം. നല്ല രീതിയിൽ നമ്മൾ മക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ അവരത് നമ്മളറിയാണ്ട് അവർ പഠിച്ചെടുക്കുന്നുണ്ട്. അത് വലിയൊരു പാഠമാണ്. നമ്മൾ മാതാപിതാക്കളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മക്കളുടെ ആദ്യത്തെ സ്കൂള്, അല്ലെങ്കിൽ ആദ്യത്തെ പാഠപുസ്തകം എന്ന് പറയുന്നത് നമ്മൾ അപ്പനും അമ്മയോ ആണ്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആണ്. അപ്പോൾ ഇതാ ഞാൻ വേഗം അടുക്കള വശത്ത് നമ്മുടെ വർക്ക് ഏരിയയുടെ ഭാഗത്താണല്ലോ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കളയുമ്പോൾ കാണയിലേക്ക് പോകും വെള്ളം, പക്ഷെ ബാത്റൂം വഴിയാണ് കുഴലിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ വെള്ളം പോകുന്ന കുഴൽ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് തിരിച്ചിട്ട് ബാത്റൂമിലേക്ക് വെള്ളം പോകുമ്പോൾ ഇതേപോലെ നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് ഇങ്ങനെ അടിച്ചു വരും. അപ്പോൾ വേഗം കുറച്ച് ലോഷനോ എന്തെങ്കിലും ഇട്ടിട്ട് ഈ വർക്ക് ഏരിയയും കൂടി തേച്ചൊലിച്ചൊന്ന് കഴുകിയിട്ട് ഞാൻ നന്നായിട്ട് ഈ വെള്ളവും വടിച്ചങ്ങ് കളയും. ബാത്റൂം നന്നായിട്ടൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി ഇടും. അപ്പോൾ അലക്കലും വർക്ക് ഏരിയ ക്ലീൻ ആക്കലും ബാത്റൂം ക്ലീനിങ്ങും എല്ലാം ഒറ്റയടിക്കും കഴിയും. അപ്പോഴാണ് ജോക്കുട്ടൻ ഒരു പുള്ളിക്കുയിലിനെ കാണുന്നത്. അവൻ്റെ ജീവിതത്തിൽ അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പുള്ളിക്കുയിലിനെ കാണുന്നത്. അവൻ കുയിലിനെ കണ്ടിട്ടുണ്ട് ഈ കാടിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ. അതെന്തോ അവിടെ നിന്നുള്ളൊരു ഫ്രൂട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണല്ലേ. അവൻ പറഞ്ഞ് നമുക്കതിനെ പിടിക്കാമോ, അതിനെ പിടിക്കാമോ, വാമോ പോവാമോ. ഞാൻ പറഞ്ഞ പൊന്നു മോനെ തോടൊക്കെ നീന്തി പോകാൻ അമ്മയ്ക്ക് ആ കാര്യങ്ങളൊന്നും വശമൊന്നുമില്ല. അവിടെ വലിയൊരു തോടുണ്ട്, ആ തോട് ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ ദന്നമോള് വന്നു, സിസ്റ്റർ എന്നെ ആക്കി തന്നമ്മ എന്നൊക്കെ പറഞ്ഞ് പറയാണ്. അപ്പോൾ പിന്നെ ഞാൻ അവൾ ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം താഴ്ത്തു പോയിരുന്ന് ടി വി കാണും. നമുക്കൊരു ടി വി ഉണ്ടെങ്കിലും നെറ്റ് കണക്ട് ചെയ്താൽ മാത്രമേ, ഫോണിൽ നിന്ന് നെറ്റ് കണക്ട് ചെയ്താൽ മാത്രമേ ടി വിയിൽ വർക്കാവുള്ളൂ. കേബിൾ എടുക്കാൻ കേബിളുകാരനോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഓക്കെയാണ്. ചിലപ്പോൾ മൺഡേ വരുമായിരിക്കും, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ. അപ്പോൾ അലക്കൽ കഴിഞ്ഞപ്പോൾ എൻ്റെ കുളിയും കഴിഞ്ഞു. അപ്പം അങ്ങനെ തുണിയെല്ലാം മേളിൽ കൊണ്ടുവന്ന് വിരിക്കുകയാണ്. ഇവിടെ പിന്നെ തുണി ഉണങ്ങുമോ എന്നുള്ളൊരു ചോദ്യമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ കിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ അത്രയ്ക്ക് വെയിലാണ്. നല്ല പപ്പടം പോലെ തുണി ഉണങ്ങി കിട്ടും. അത്രയ്ക്ക് നല്ല വെയിലുമാണ്, നല്ല ചൂടുമാണ്. ഉച്ചയാകുമ്പോഴത്തേനൊന്നും ഈ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല. പുറകിൽ അത്യാവശ്യം കാറ്റുണ്ട്. അത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തണുത്ത കാറ്റൊക്കെ പുറകിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വീശും നമുക്ക്. അപ്പോൾ നമുക്ക് പുറകെ പോയിരിക്കാൻ സുഖമാണ്. ചില ദിവസങ്ങളിൽ ഞാൻ അടുക്കള വാതിൽ തുറന്നിട്ടിട്ട് അവിടെ തലോണി ഇട്ടിട്ട് വെറുതെ നിലത്ത് കിടക്കും കേട്ടോ. അപ്പോൾ ഒരു സുഖമാണ് പുറകിൽ നിന്നുള്ള കാറ്റ് കിട്ടുമ്പോഴത്തേന്. കിച്ചണിലാണെങ്കിൽ ഫാനുണ്ട്, ആ ഫാനങ്ങ് ഇടും. അപ്പോൾ അലക്കിയ തുണിയെല്ലാം വിരിച്ചിടാണ്. ഷർട്ടൊക്കെ നമ്മൾ വിരിച്ചിടുമ്പോഴത്തേനും ഒന്ന് മറിച്ചിട്ട് വിരിച്ചിട്ടോളൂ കേട്ടോ. പിന്നെ വീട്ടിലിടുന്നത് ഞാൻ പൊതുവെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നാലും നമ്മൾ ആ ഡ്രസ്സ് നമ്മൾ ഊരിയ പാടെ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ മറിച്ചാണല്ലോ ഇടുന്നേ. പിന്നെ അലക്കി വിരിക്കുമ്പോഴും മറിച്ച് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അഴയിൽ കിടക്കാം. ഈ മഴയും വെയിലും ചൂടും ഒക്കെ കൂടി മിക്സായിട്ട് വരുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ടേ തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ചുണ്ട്. അതാണ് ഇങ്ങനെ ഇടക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കറികളെല്ലാം ശനിയാഴ്ച ഉച്ചയ്ക്ക് തട്ടിക്കൂട്ടാണ്. അപ്പം ഞാനൊരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. ഒരു പച്ചമുളക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള പച്ചമുളകൊക്കെ എടുത്ത് ഞാൻ നമ്മുടെ ഇതിലിട്ടു, പരിപ്പിലിട്ടു. അപ്പോൾ എരിവ് പോരാൻ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതിയല്ലോ. അപ്പം മാങ്ങയും പച്ചമുളകും സവാളയും അതേപോലെ തന്നെ സവാള മുഴുവനൊന്നും ഇട്ടില്ല കേട്ടോ. കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഞാൻ പറഞ്ഞില്ല എരിവ് കുറവാണെന്ന്. അപ്പോൾ കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് പിന്നെ കുറച്ച് ഉപ്പും പിന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്ത് നല്ല കിടുവാണ് കേട്ടോ. ഇത് മാത്രം മതി കഞ്ഞിക്ക്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുളി അധികം കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൊടുക്കുള്ളൂ. കൊടുക്കില്ല എന്നല്ല, കൊടുക്കും. നമ്മുടെ മക്കളല്ലേ, നമ്മളെങ്ങനെ അവരുടെ മുമ്പിലിരുന്ന് കഴിക്കും? സഹിക്കില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു അമ്മമാർക്കും പറ്റില്ല അങ്ങനെ കഴിക്കാനായിട്ട്, തൊണ്ടേന്ന് ഇറങ്ങില്ല. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ചട്ടിയിൽ നിന്ന് തന്നെയാണ് ഈ നമുക്ക് അധികം ചട്ടിയും വട്ടിയും കുട്ടിയൊന്നും ഞാൻ എടുത്തില്ല. കുട്ടീനെ എടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം. ചട്ടികളൊന്നും അധികം എടുത്തിട്ടില്ല, പാത്രങ്ങളൊന്നും അധികം എടുത്തിട്ടില്ല. നമുക്ക് പെരുമാറാനുള്ള പാത്രങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചട്ടിയിൽ മുട്ട വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ദോശ പാനിലെടുക്കാമെന്ന് ഓർത്തു. പിന്നെ അത് കഴുകണം, ഇത് കഴുകണം. ഇതാകുമ്പോഴത്തേനും വലിയ സീനൊന്നുമില്ല. ഈ ചട്ടി തന്നെ ഒന്ന് നന്നായിട്ടൊരു നല്ല തുണി കൊണ്ടങ്ങ് തുടച്ചിട്ട് പയ്യെ ഒന്ന് ഉള്ളു മാത്രം തുടച്ചിട്ട്, വലിയ അഴുക്ക കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ, വേറെ മസാലയൊന്നുമില്ലല്ലോ. ഇവിടെ നമുക്ക് സീ ഫുഡ്സൊക്കെ നന്നായിട്ട് കിട്ടും. കൊച്ചിയിലായതുകൊണ്ട് നമുക്ക് ഈ ഉണക്ക ചെമ്മീനൊക്കെ ഇല്ലേ നമ്മുടെ അടുത്ത് തന്നെ, അതായത് ഈ മനശ്ശേരി ചെല്ലാനം ഭാഗത്തൊക്കെ തന്നെ വീടുകളിലും ചെറിയ ചെറിയ യൂണിറ്റുകളിലൊക്കെ ഇട്ട് ഇതേപോലെ ഉണക്കമീനൊക്കെ നല്ല ഫ്രഷായിട്ട് കേട്ടോ. വാടി ഉണങ്ങി കുറഞ്ഞതൊന്നുമല്ല, നല്ലതാണ്. നന്നായിട്ട് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ കിട്ടും.
ഈ കടകളിൽ കൊണ്ടുവരുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് തീർന്നു പോവുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് മേടിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ദാ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായല്ലോ, അതൊന്ന് ഉള്ളി മുളകും ഒക്കെ മുരിയിച്ചിട്ട് ആ തക്കാളിയും പരിപ്പും കൂടി വേവിച്ചത് ഇട്ടിട്ടുണ്ട്. ഉണക്കമീനും അല്ലെങ്കിൽ ഉണക്കച്ചെമ്മീനും പരിപ്പും അല്ലെങ്കിൽ മുട്ട വറുത്തതും ചമ്മന്തി ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മതിയില്ലേ, ആ ഊണ് കുശാലാണ്. വേറെ എന്തോ വേണം? വേറെ ഒന്നും വേണ്ട. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ തന്നെ വയറ് ഫുള്ളാണ്, നമ്മുടെ വായിൽ കപ്പലോടും. പിന്നെ ദാ ഞാനും പിള്ളേരൊക്കെ കൂടി കഴിക്കുകയാണ്. അപ്പം അന്നമ്മോൾക്ക് ചമ്മന്തി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എടുക്കണത് ഞാൻ കണ്ടു, ഞാൻ ആദ്യം ഒന്നും പറഞ്ഞില്ല, പിന്നെ എടുക്കാൻ ഞാൻ നമ്മുടെ മുത്തല്ലേ, കാരണം ഇത് കഴിച്ചിട്ടിരുന്ന് തുമ്മുന്നത് നമ്മൾ തന്നെ കാണണം. അപ്പം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചെടുക്കോളാം അമ്മ എന്ന് പറഞ്ഞ് കുറച്ചെടുത്തോളൂ. അപ്പം അങ്ങനെ ദാ അപ്പം അവൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ്. ഈ ചെറുക്കൻ ഒരു വായ കഴിക്കും, ഒരു 10 റൗണ്ട് നടക്കാൻ പോകും. പിന്നെ ഞാൻ പിണങ്ങി അവിടെ ഇരുത്തി. അപ്പം ഞങ്ങളിതാ ഊണ് കഴിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കിടന്ന ആരെങ്കിലും ഉണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ